ഇപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ശരിക്കും ഉള്ള ശാസ്ത്രമാകുന്നില്ല പലപ്പോഴും. അത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ടും അതിൻ്റെ കൂടെ ശാസ്ത്രം എന്നുകൂടെ ചേർത്ത് മലയാളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു സയൻറ്റിഫിക് വാലിഡിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുന്നവരാണ് പലപ്പോഴും മലയാളികൾ. പക്ഷേ ശരിക്കും ശാസ്ത്രം എന്ന് പറയുന്നത് അതല്ല. അത് വളരെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള വളരെയധികം നാളുകളുടെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ശരിക്കും സയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മലയാളത്തിലെത്തുമ്പോൾ അത് ശാസ്ത്രമായി പോകുന്നു. പക്ഷേ ഇവിടുത്തെ ശാസ്ത്രം എന്ന് പറയുന്നത്, മലയാളത്തിലെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ശാസിക്കപ്പെട്ടത് എന്ന് പറയുന്നതിൻ്റേതായിട്ടുള്ള ഈ രാജമാതാ ശിവകാമി ദേവിയുടെ കട്ടളൈ ശാസനം എന്ന് പറയുന്ന പോലത്തെ അതിൻ്റെ പുറമാണ്. ഒരാൾ ആധികാരികമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തലമുറകളോളം തുടർന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശാസ്ത്രമായിട്ട് മാറുന്ന രീതി ആണ് നമ്മുടെ ഇതിലുള്ളത്. അതുപോലത്തെ ഒരു വാക്കാണ് ഈ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിന് ഇംഗ്ലീഷിൽ നമുക്ക് വിശ്വാസം എടുത്തു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഉണ്ട്, ബിലീഫും. ഇപ്പോൾ ഈ വിഷം എന്ന് പറയുന്ന വാക്കിന് ഇതുപോലത്തെ ഒരു പ്രശ്നമുണ്ട് മലയാളത്തിൽ. നമ്മളിപ്പോൾ പാമ്പ് കടിച്ചാൽ പാമ്പിൻ്റെ വിഷമാണ്, പേപ്പട്ടി കടിച്ചാലും പേവിഷബാധയാവാം. വിഷബാധ ഉണ്ടായി, വയറിളക്കം വന്നു കഴിഞ്ഞാൽ വിഷബാധ. അപ്പോൾ എന്ത് സംഭവിച്ചാലും അവിടെ വിഷമാണ്. ഇപ്പോൾ ഒരാൾ ഒരു ആസിഡോ ആൽക്കലിയോ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കഴിച്ച് ആത്മഹത്യ ശ്രമിച്ചാലും നമ്മൾ വിഷം കുടിച്ചു മരിച്ചു എന്നാണ് പറയണം. പക്ഷേ ഇതെല്ലാം ശരിക്കും ഇത് എല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ വിഷം എന്ന് പറയുന്നത്. അതിൽ ആദ്യം പറഞ്ഞ പാമ്പ് കടിച്ചുള്ള വിഷം എന്ന് പറയുന്നത് അത് ശരിക്കും ഇംഗ്ലീഷിൽ അതിനെ വെനം എന്നാണ് പറയുന്നത്. കാരണം അത് ആ സാധനം പാമ്പിൻ്റെ വിഷം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കില്ല, അത് കടിച്ചാൽ മാത്രമേ മരിക്കുള്ളൂ. ആ സാധനം പ്രോട്ടീനാണ്, അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദഹിച്ചു പോകും, അത് വേറൊരു സാധനമാണ്. മറ്റത് ഇപ്പം വിഷം അടിച്ച് മരിക്കുന്നു, ഒരാൾ ഫ്യൂരിഡാൻ എടുത്ത് കഴിച്ചു, അത് പോയിസണാണ്, അത് കഴിച്ചാലേ മരിക്കൂ. അതുപോലെ ഭക്ഷ്യവിഷബാധയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ അത് ടോക്സിനാണ്, പക്ഷെ നമുക്കെല്ലാം വിഷമാണ്. ഈ പട്ടി കടിച്ചാൽ ഉണ്ടാകുന്ന പേവിഷബാധയിൽ ശരിക്കും ഈ പറയുന്ന ഒരു സാധനവും ഇല്ല, വിഷപദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഇല്ല. അവിടെ വൈറസ് നേരിട്ട് ആക്രമിച്ചാണ് കൊല്ലുന്നത്. അപ്പോൾ ഈ ഭാഷാപരമായിട്ടുള്ള ഒരു പരിമിതി സൂചിപ്പിക്കാൻ പറഞ്ഞില്ല. അതുപോലത്തെ ഒരു സാധനമാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാലും ബിലീഫ് എന്ന് പറഞ്ഞാലും ഫെയ്ത്ത് എന്ന് പറഞ്ഞാലും നമുക്കെല്ലാം വിശ്വാസമാണ്. നാസ്തികം 2026, അതുപോലെ തന്നെ ഈ നമ്മുടെ പെരിയാർ റാഷണലിസ്റ്റ് ഫോറത്തിൻ്റെ ടാഗ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 4 വാക്കുകൾ അവിടെ ഉണ്ട്: യുക്തി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടതുപക്ഷ ഇതിൻ്റെ മുദ്രാവാക്യമാണ്. അതിൻ്റെ കൂടെ യുക്തിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഈ 4 വാക്കിൻ്റെയും പ്രത്യേകത, ഇത് 4ഉം പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം പ്രകൃത്യ ഈ വക 4ഉം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പ്രകൃതി വിരുദ്ധതയുടെ ആഘോഷമാണ് നമ്മളിവിടെ നടത്തുന്നത്. നിങ്ങൾ തന്നെ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എവിടെയാണ് സമത്വം എന്ന് പറയുന്ന സാധനം നമ്മൾ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ഒരു കൺസെപ്റ്റാണ്. ശരിക്കും പ്രകൃതിയിൽ സമത്വം എന്ന് പറയുന്ന സംഗതി നിലനിൽക്കുന്നില്ല. അങ്ങനെ നിലനിൽക്കുമെങ്കിൽ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ, നമ്മൾ സർവൈവ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ സർവൈവ് ചെയ്തത് സമത്വം കൊണ്ടല്ല, അത് മറ്റു പല കാര്യങ്ങളും കൊണ്ടാണ്. പ്രകൃതിയിലെ ഏതൊരു ജീവി എടുത്താലും, ഇപ്പോൾ പുലിയും മാനും തമ്മിൽ നമ്മൾ സമത്വത്തിൽ ജീവിക്കാം എന്ന് വിചാരിക്കാൻ അവർ രണ്ടുപേരും സർവൈവ് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും. ഇത് മനുഷ്യൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട്, കഴിഞ്ഞ ഒരു 200-300 വർഷങ്ങൾക്കകത്ത് ഉണ്ടാക്കിയെടുത്ത സംഗതികളാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. മനുഷ്യൻ സർവൈവ് ചെയ്തത് നമ്മളൊരു അപരനെ സൃഷ്ടിക്കുകയും ആ അപരനോട് പോരാടുകയും ചെയ്തത് കൊണ്ടാണ് മനുഷ്യന് സർവൈവ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ആദ്യം പറഞ്ഞ യുക്തി എന്ന് പറയുന്ന സാധനം, യുക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ജീവികൾക്കും സർവൈവലിന് വേണ്ടിയുള്ള വളരെ സഹജമായിട്ടുള്ള ഒരു യുക്തി ബോധം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ നാസ്തികം 26 ഒരു P&D ഹാളിൽ പോലും നിറയ്ക്കാൻ പറ്റുന്ന ആളെ നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? മനുഷ്യർക്ക് യുക്തി ഇല്ലാത്തത് കൊണ്ടാണ്. മനുഷ്യന് സർവൈവ് ചെയ്യാനുള്ള യുക്തി എല്ലാവർക്കും ഉണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന യുക്തി അതല്ലാത്തത് കൊണ്ടാണ്. ആ യുക്തി പ്രകൃതി വിരുദ്ധമാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ തലച്ചോറിനെ പഠിപ്പിച്ചെടുക്കുന്ന സാധനമാണ്. അത് പഠിപ്പിച്ചെടുക്കാൻ വളരെ പ്രയാസകരവുമാണ്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ, ഇത് ഇടതുപക്ഷ ആശയമാണെങ്കിലും യുക്തിപരമായിട്ടുള്ള ചിന്തയാണെങ്കിലും അത് ഒന്നും തന്നെ പ്രകൃതിദത്തമല്ല. അത് നമ്മുടെ തലച്ചോറിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന സാധനമാണ്. അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന സാധനമായതുകൊണ്ടാണ്
പി ആൻഡ് ടി ഹാളിൽ ഇത്ര ആൾ കുറവ്. ഇന്നിവിടെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പഴയ പാട്ട് വെച്ചിരുന്നെങ്കിൽ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമായിരുന്നു. ഇവിടെ എങ്ങും വെക്കാൻ പറ്റില്ല. പണ്ട് നമ്മൾ കേട്ട് മറന്ന പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എന്തെങ്കിലും വേറെ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടല്ല അവർ വരുന്നത്. പഴയ പാടിയ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി. അതായിരുന്നെങ്കിൽ ഇവിടെ ആള് തിങ്ങി നിറഞ്ഞ തന്നെ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സാധിക്കാത്തത്? അവിടെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രസക്തി. നമ്മുടെ തലച്ചോറ് ഇതിനൊന്നും വേണ്ടിയിട്ട് എവോൾവ് ചെയ്ത് വന്ന ഒരു സാധനമേ അല്ല. ഈ പറഞ്ഞ 4 കാര്യങ്ങൾക്കും വേണ്ടി ഇവോൾവ് ചെയ്ത് വന്ന സാധനമേ അല്ല. യുക്തിപരമായിട്ട് ചിന്തിക്കുക, സമത്വം പൂർവമായിട്ട് ചിന്തിക്കുക, സാഹോദര്യം വളർത്തുന്ന രീതിയിൽ പെരുമാറുക, ഇങ്ങനെയുള്ളതൊന്നും തന്നെ നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. നമ്മുടെ തലച്ചോറിൻ്റെ എന്ന് വെച്ചാൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ പഴയ ഗുഹാമനുഷ്യനായിരുന്ന കാലത്തുണ്ടായ അതേ ഹാർഡ്വെയറും അതേ സോഫ്റ്റ്വെയറുമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ആ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ പഴയ മൈക്രോസോഫ്റ്റുകാരൻ ആദ്യത്തെ ഇതുണ്ടാക്കി MS DOS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ സമയത്തുള്ള അതേ ഇത് വെച്ചിട്ട് ഇന്ന് നമ്മൾ ChatGPTയും മറ്റ് സാധനങ്ങളും ഉപയോഗിക്കാൻ ശ്രമിച്ചാലുള്ള പ്രശ്നം പോലെയാണ് ഈ സംഗതികൾ. ഇതൊന്നും വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയധികം എഫർട്ട് എടുക്കേണ്ടി വരും. ആ എഫർട്ട് എന്ന് പറയുന്നത് തലച്ചോറിനെ സംബന്ധിച്ച് വലിയ വലിയ പ്രശ്നമാണ്. കാരണം തലച്ചോറ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന അവയവമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെറും 2% മാത്രം ഭാരമുള്ള അവയവമാണ് നമ്മുടെ തലച്ചോറ്. ആ തലച്ചോറ് നോർമൽ അവസ്ഥയിൽ തന്നെ നമ്മുടെ ഊർജ്ജ ഉപയോഗത്തിൻ്റെ 20% ഉപയോഗിച്ച് തീർക്കുന്നത്. 2% മാത്രം വലിപ്പമുള്ളൊരു സാധനം 20% ഊർജ്ജം ഉപയോഗിച്ച് തീർക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് മാക്സിമം ഊർജം കുറച്ചുപയോഗിക്കുക എന്നുള്ളത് അതിൻ്റെ തനതായിട്ടുള്ള ഒരു ശൈലിയാണ്. മാക്സിമം ഊർജം കുറച്ചുപയോഗിക്കുക എന്ന് പറയുന്നത് എന്താണ് തലച്ചോറിന് ചെയ്യാൻ പറ്റുന്നത്? മാക്സിമം കുറച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്കും മാത്രം നമ്മൾ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ പോകുന്നത് അതുകൊണ്ടാണ്. ഈ വലതുപക്ഷ ആശയങ്ങൾക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം സ്വാധീനം ഉണ്ടാവുന്നത്? എന്തുകൊണ്ട് ഇടതുപക്ഷ ആശയങ്ങൾ അത്രയധികം ഇത്രയും കാലമായല്ലോ, നമുക്ക് എന്തുകൊണ്ടാണ്? പിന്നാൾ സഖാവ് സ്വരാജിനോട് ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇടതുപക്ഷത്തിന് അത്രയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കാത്തതെന്ന്. അപ്പോൾ സ്വരാജ് പറയുന്നുണ്ട്, അത് എന്താണെന്ന് അറിയാമായിരുന്നെങ്കിൽ നമ്മളതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുമായിരുന്നല്ലോ. അത് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ തലച്ചോറ് വലതുപക്ഷ തലച്ചോറാണ്. എന്ന് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പ്രകൃതി വിരുദ്ധമായതുകൊണ്ടും അത് പഠിച്ചെടുക്കാൻ പ്രയാസമായതുകൊണ്ടും ഒക്കെയാണ് ഈ സാധാരണ ആൾക്കാരെ അതുകൊണ്ട് സ്വാധീനിക്കാൻ പറ്റില്ല. നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്ന ആൾക്കാരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു വലിയ കൂട്ടം അവർക്ക് ഒരു വലതുപക്ഷ ചായ്വുണ്ട്. ചില ആശയങ്ങളിൽ, ചില വിശ്വാസങ്ങളിൽ, ദൈവവിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും എന്തുകൊണ്ട് അത് വലതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിടക്കുന്നത് പരിണാമപരമായിട്ട് നമ്മുടെ തലച്ചോറ് അവിടെയാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ വടം വെച്ച് വലിച്ചു കെട്ടി ഇപ്പുറത്ത് കൊണ്ട് വയ്ക്കുന്നത് പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ. വിശ്വാസത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ സർവൈവ് ചെയ്തത് ഈ പറയുന്ന നമ്മൾ ഇന്ന് അന്ധവിശ്വാസം എന്ന് പറയുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളെ കൂടി കൂട്ടിക്കൊണ്ടാണ്. ഇപ്പോൾ പണ്ട് ലോജിക്കലി ആയിട്ട് ചിന്തിക്കുന്ന സംഗതികളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, പണ്ടത്തെ മനുഷ്യൻ ഗുഹാമനുഷ്യനായിട്ടോ അല്ലെങ്കിൽ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ഹണ്ടർ ഗാദറായിട്ടോ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ച് മനുഷ്യർ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഇരുട്ടത്ത് ഒരു ഇലയിനക്കമോ മറ്റോ എന്തോ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ചിന്തിക്കുക? അവിടെ ഒരു ഇല ഇറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഒരു ഭീഷണി ഉള്ള സാധനം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ 2 പേരാണ് പോകുന്നത്. ഒരാൾ പറയുന്നു അവിടെ ഒന്നുമില്ല, നമുക്ക് പോയി നോക്കാം, പോയി നോക്കിയാലല്ലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ആൾ പറയണം അവിടെ മിക്കവാറും ഒരു കടുവയോ പുലിയോ സിംഹമോ എന്തെങ്കിലും കാണും, അല്ലാതെ അത് അനങ്ങത്തില്ല. അപ്പോൾ ആദ്യത്തെ ആൾ പറയും ഇല്ല, ഞാൻ എന്തായാലും അത് പോയി നോക്കാൻ പോവാണ്. രണ്ടാമത്തെ ആൾ പറയും എനിക്ക് പറ്റില്ല, ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറയും. ഇതിൽ ആരാണ് അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ കൂടുതൽ സാധ്യത? തിരിച്ച് വീട്ടിൽ പോയ ആളാണോ അതോ അത് എന്താണ് നോക്കാൻ പോയ ആളാണോ? അവിടെ ഇലയനങ്ങാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും.
അത് ചിലപ്പോൾ അന്നത്തെ കാലത്ത് എന്തായാലും ഒരു പുലിയോ കടുവയോ ഒക്കെ ആവാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. ആ സാധ്യതയിലേക്ക് പോയ ഒരാൾ ചിലപ്പോൾ തിരിച്ച് വരണമെന്നില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന അത്തരം ചിന്തകൾ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ആ ആള് ജീവനോടുണ്ടായാൽ മാത്രമേ പറ്റൂ. പക്ഷേ അടുത്ത തലമുറയിലേക്ക് പോയ ചിന്ത എന്താണ്? അത്തരം ഒരു അനക്കം കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭീഷണിയായിട്ടുള്ള എന്തോ ഉണ്ട് എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് പിന്മാറണം എന്ന്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ സർവൈവലിന് നല്ലത് എന്ന് ആ ഒരു ചിന്ത ആയിരിക്കും അടുത്ത തലമുറയിലേക്ക് കൂടുതലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരായിരിക്കും സർവൈവ് ചെയ്ത് നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നിരിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൽ ഈ പറയുന്ന ഇക്കാര്യങ്ങളെ കുറച്ച് നമുക്ക് അത്രയും തെളിവില്ലെങ്കിൽ പോലും അതിനെ ആ രീതിയിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെതായ രീതിയിൽ കാണാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഇതിലെപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സഹജമായ യുക്തി, ചില കാര്യങ്ങൾ അതും സർവൈവലിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ വളരെ വലിയ ഒരു വിശ്വാസിയാണ്. ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്ത് കാര്യവും സാധിച്ചു തരും എന്ന് വിചാരിക്കുന്ന വളരെ വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഒരു ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മേ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പട്ടി ഓടിക്കൊണ്ട് കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ ഓടുമോ? തീർച്ചയായിട്ടും അയാൾ ഓടിയാൽ മാത്രമേ അയാൾ രക്ഷപ്പെടുകയുള്ളൂ. ഇത് നമ്മുടെ സഹജമായിട്ടുള്ള ഒരു യുക്തിയാണ്. അത് ചില സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസങ്ങളെയൊക്കെ തകർത്തെറിയുന്ന രീതിയിലുള്ള ഒരു യുക്തി നമ്മൾ പഠിച്ചെടുക്കണം. അത് നമ്മുടെ തലച്ചോറിനെ നിരന്തരം ട്രെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ചില കാര്യങ്ങളിലുള്ള അറിവ് നമ്മുടെ പലപ്പോഴും ഉള്ള തീരുമാനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, 90കളിൽ അമേരിക്കയിൽ നടന്ന ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ, അയാളുടെ പേര് മാർക്ക് ആർതർ വീലർ എന്നാണ്. അപ്പോൾ അയാൾ ഒരു ദിവസം രാവിലെ 2 ബാങ്ക് കൊള്ളയടിച്ചു. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും മാർക്ക് ആർതർ വീലർ. 2 ബാങ്ക് പട്ടാപ്പകല് 2 ബാങ്ക് കൊള്ളയടിച്ചു. പക്ഷെ കൊള്ളയടിക്കാൻ കൊള്ളയടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ മാസ്കും ഇതുമൊക്കെ ഇട്ട് തോക്കും ചൂണ്ടി പോയി കൊള്ളയടിച്ചു. ഇതങ്ങനെയല്ല. ഇയാൾ വളരെ പട്ടാപ്പകൽ മുഖമൊക്കെ കാണിക്കുന്ന രീതിയിൽ ആളാരാണെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ പോയിട്ട് ബാങ്ക് കൊള്ളയടിച്ചു. വിത്തിൻ അവേഴ്സ് പോലീസ് അയാളെ പിടിക്കുകയും ചെയ്തു. പക്ഷെ പിടിച്ചപ്പോൾ ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാണ് പോലീസ് ഇത്രയും പെട്ടെന്ന് പിടിച്ചത്? ഞാനാണ് മോഷ്ടിച്ചത്, എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്ന് അയാൾ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം അയാൾ പറയുന്നത്, ഞാൻ എൻ്റെ ദേഹത്ത് നാരങ്ങ നീര് തേച്ചിട്ടാണ് മോഷ്ടിക്കാൻ പോയത്. ചില പ്രത്യേക ഇങ്കിലുള്ള എഴുത്തൊക്കെ നാരങ്ങ നീര് തേച്ച്, സിട്രിക് ആസിഡോ അല്ലെങ്കിൽ ഉള്ള സാധനങ്ങൾ തേച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോകും. അപ്പോൾ ഈ നാരങ്ങ നീര് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവിസിബിളാകും എന്നായിരുന്നു ഈ പറയുന്ന മാർക്ക് ആർതർ വീലറുടെ വിശ്വാസം. മണ്ടത്തരം എന്ന് നമ്മൾക്ക് എന്ന് തോന്നുന്ന രീതിയിലുള്ള ആ പെരുമാറ്റം 2 സൈക്കോളജിസ്റ്റുകൾ പഠിച്ചിട്ട് അങ്ങനെ ആ പഠനത്തിൽ നിന്നുണ്ടായ ഒരു വലിയ സൈക്കോളജിക്കൽ തിയറി ഉണ്ട്. അതിൻ്റെ പേരാണ് ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആ പേര് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ്. ഡണ്ണിങ് എന്നും ക്രൂഗർ എന്നും പറയുന്ന 2 പേരാണ്. അതിൽ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു വിഷയത്തിലുള്ള നമ്മുടെ അറിവ് അല്ലെങ്കിൽ അറിവില്ലായ്മ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. എന്നുവെച്ചാൽ ഈ പറയുന്ന നാരങ്ങ നീര് ദേഹത്ത് തേച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻവിസിബിൾ ആകും എന്നൊരാൾ വിശ്വസിക്കുന്നു. അതൊരു വളരെ തെറ്റായിട്ടുള്ള വിശ്വാസമായിരിക്കാം. പക്ഷെ അയാൾ അങ്ങനെ വിശ്വസിക്കുന്നു. അയാളുടെ നിഗമനം അതാണ്. അത് അയാൾ എടുക്കുന്ന തീരുമാനങ്ങളെയും സ്വാധീനിക്കും. അതൊന്നാമത്തെ കാര്യം. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, സ്വന്തം തീരുമാനം തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ പോലും അവിടെ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലേക്ക് പല രാഷ്ട്രീയക്കാരും പല ഈ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരോട് നമുക്ക് പലപ്പോഴും തർക്കിച്ച് ജയിക്കാൻ കഴിയാത്തതിൻ്റേതായുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അവർ ഈ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റിൻ്റെ 2ാമത്തെ കാര്യമാണ്. കാരണം ഈ പറയുന്നതോ ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള അത്രയും ഇതുപോലും അവർക്ക് അതിലില്ല. ഒരു വിഷയത്തിലുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ ഒരു സംഗതിയിലുള്ള കഴിവില്ലായ്മ അവരുടെ തീരുമാനങ്ങളെ മാത്രമല്ല, ആ തീരുമാനം തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവിനെ കൂടി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നത്. ചീഫ് മിനിസ്റ്റർ
ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് ആദ്യം പറഞ്ഞത് ഖുറാനിലാണ്. അതിനുശേഷം അതാണ് പിന്നീട് ശാസ്ത്രം തെളിയിച്ചത് എന്ന് ഒരു പ്രസംഗത്തിൽ അത് പറയുകയും ഒരുപാട് ആൾക്കാർ അതിനെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് തെറ്റുകളുണ്ട് ആ സംഗതിയിൽ. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം നമ്മളെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള സാധനമാണ്. അതിപ്പോൾ അന്ധവിശ്വാസമാണെങ്കിലും മറ്റ് സംഗതികളാണെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് ബിലീഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന സംഗതിയാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന വിശ്വാസവും നമ്മൾ മനുഷ്യനെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മനുഷ്യർ പരസ്പരം ഉള്ള വിശ്വാസം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ വന്ന് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സംസാരിക്കും, അതൊരു ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. എന്നെ വിളിച്ചാൽ ഇവിടെ വരും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സിനെ വിശ്വസിക്കുന്നു, നമ്മുടെ കാമുകന്മാരെയൊക്കെ വിശ്വസിക്കുന്നു, നമ്മുടെ മക്കളെ വിശ്വസിക്കുന്നു, അച്ഛനമ്മമാരെ വിശ്വസിക്കുന്നു. ഇതൊക്കെ തന്നെ അതും ഒരു വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസവും മതത്തിൽ വിശ്വസിക്കുന്നു, ഒരു രാഷ്ട്രീയ ധാരയിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസവും ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് വ്യത്യസ്തമാവുന്നത്? ശരിക്കും തലച്ചോറിനെ സംബന്ധിച്ച് ഇവ തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല. ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത് തലച്ചോറിൻ്റെ ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന കുറേ കാര്യങ്ങൾ. അതും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ നേരത്തെ ഈ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മൾ ചില കാര്യങ്ങളിൽ അനുഭവപരമായിട്ടുള്ള അറിവുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുള്ള അറിവുണ്ടാവും. അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകൾ ചില കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ നമുക്കുണ്ടാവാം. ഇതൊക്കെ തന്നെയും നമ്മുടെ ചില തീരുമാനങ്ങളെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ സ്ലിപ്പായി വീണു, അയാളുടെ കാല് പൊട്ടി. ഇപ്പോൾ സാധാരണ ഒരു വളരെ നല്ല ഒരു ഡെയിലി വളരെ എക്സസൈസൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അയാൾ. വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ നമുക്കറിയാം അയാളെ പറ്റി. അയാളൊരു വളരെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ഒരാളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ സ്ലിപ്പായി വീണു. അതിൻ്റെ പിറ്റേ ദിവസം വേറൊരാൾ സ്ലിപ്പായി വീഴുന്നു, ഇതേ സ്ഥലത്ത് വെച്ച് സ്ലിപ്പായി വീണു, അയാളുടെയും അതേ കാല് പൊട്ടുന്നു. പക്ഷേ അയാൾ ഒരു മദ്യപാനിയാണ്, ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്ന ആളാണ്. അത്രയധികം ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ രണ്ട് ആൾക്കാരോടും ഒരേ സമയം നമ്മൾ എടുക്കുന്ന നിലപാടുകൾ ചിലപ്പോൾ വളരെ വ്യത്യസ്തമായിരിക്കും. മറ്റേയാൾ ചിലപ്പോൾ അയാൾ വെള്ളമടിച്ച് വീണതാവാം എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ ആദ്യമേ എത്തും. നമ്മുടെ ഈ പറയുന്ന പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള പല തീരുമാനങ്ങളും, നമ്മളുടെ പല അറിവുകളും നമ്മുടെ നിലപാടുകളും ഒക്കെ പലപ്പോഴും ഈ നമ്മുടെ പല നിലപാടുകളെയും സ്വാധീനിക്കുന്നത് പോലെയാണ്. ഈ പറഞ്ഞ ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്കോ, ഇപ്പോൾ ചില പ്രത്യേക സമുദായത്തിനോടുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻസിലേക്കൊക്കെ നമുക്ക് മാറ്റി ചിന്തിക്കാൻ സാധിക്കും. വയനാടിൻ്റെ ഇഷ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ നടക്കുന്ന കുടിയൊഴിപ്പിക്കൽ പോലുള്ള നമ്മുടെ കേരളത്തിലെ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ ഒരു പൊതുജനം എന്നുള്ള നിലയിലോ അല്ലെങ്കിലൊക്കെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. ആ കുടിയൊഴിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ കുറേ ആൾക്കാരെ നിയമവിരുദ്ധമായിട്ട് നിർമ്മിച്ച ഒരു ഫ്ലാറ്റിൽ നിന്ന് ഫ്ലാറ്റ് പൊളിച്ച് കളയണമെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഇറക്കി വിടുകയും അവർ ഫ്ലാറ്റ് പൊളിച്ചു കഴിയുകയും ചെയ്തു. അതേ ഒരു വിഷയം ഒരു പട്ടികജാതിയായിട്ടുള്ള ഒരു സമൂഹത്തിൽ അവരെ കുടിയൊഴിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു സമൂഹം എടുക്കുന്ന നിലപാടും എത്രത്തോളം വ്യത്യസ്തമാണ് എന്നുള്ളത് നമ്മുടെ ഈ പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളുടെ പുറത്ത് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന നമ്മുടെ തലച്ചോറിൽ ഓൾറെഡി ഫീഡ് ചെയ്തിരിക്കുന്ന കുറേ സംഗതികളുണ്ട്. വളരെ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ശീലിച്ച് വന്നിരിക്കുന്ന കുറേ സംഗതികൾ നമ്മുടെ തീരുമാനങ്ങളെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള യുക്തിക്ക് യോജിക്കുന്നത് ആയിരിക്കണമെന്ന് തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ വിശ്വാസത്തിൻ്റെ ന്യൂറോളജി ശരിക്കും സംസാരിക്കുമ്പോൾ തലച്ചോറിൻ്റെ ശരിക്കുമുള്ള ഘടന, അങ്ങനെയുള്ള ഏതൊക്കെ ഭാഗങ്ങൾ ഈ ഓരോന്നിനെയും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ വരുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് അവസ്ഥകളോ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്.